ഈ പ്രായത്തിൽ ഇത്ര പെട്ടെന്ന് എന്തേ കൊണ്ടുപോകുന്നുവെന്ന് അത് ശരിയായില്ല, ഒട്ടും ശരിയായില്ല കർത്താവേ, ക്ഷമിക്കണമേ കർത്താവേ. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ അല്ലാതായി പോകും. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, പ്രത്യാശയില്ലാത്ത ജനതകൾ ചെയ്യുന്നത് പോലെ മരിച്ചവരെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുത്. അന്തിമ നാളിൽ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൽ ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങുമ്പോൾ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും, പിന്നാലെ ജീവിച്ചിരിക്കുന്ന നമ്മളും. തെസലോണിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ ഈ ഭാഗം കണ്ണിൽപ്പെടുമ്പോൾ, കാതിൽപ്പെടുമ്പോൾ ഈ വചനം വായിക്കാൻ കൊള്ളാം, പറയാൻ കൊള്ളില്ല എന്നാണ് എനിക്ക് മിക്കപ്പോഴും തോന്നിയിട്ടുള്ളത്. പ്രിയപ്പെട്ട ഒരാളുടെ മൃതദേഹത്തിന് സമീപേ നിന്ന് ഇത് പറയാൻ കൊള്ളില്ല എന്ന് തോന്നാറുണ്ട്. വചനം വിശ്വസിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കാനും കടമയുള്ള ഞാൻ ഈ വചനത്തെക്കുറിച്ചുള്ള വീണ്ടും വിചാരം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ആശയം ഇതാണ്: കർത്താവിൻ്റെ സമയക്രമമനുസരിച്ച് അകാല മരണം എന്നൊന്നില്ല. കർത്താവ് നിശ്ചയിച്ച സമയക്രമം, കാലചക്രം പൂർത്തിയാക്കി തന്നെയാണ് ഓരോ മനുഷ്യനും ഈ ലോകത്തിൽ നിന്ന് വേർപിരിയുന്നത്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന വചനം ഓർക്കുമ്പോൾ താൻ ചെയ്യേണ്ട പ്രവൃത്തികൾ ഒട്ടും ബാക്കി വയ്ക്കാതെ ഓരോ ദിവസവും പൂർണ്ണമായി ചെയ്തു തീർത്ത് ഓട്ടം നിർത്തിയവനാണ് മുന്നിൽ നിശ്ചലനായി കിടക്കുന്നത്. നല്ല ഓട്ടമോടിയവൻ, ജീവിതത്തിലെ പ്രയാസങ്ങളിൽ ഒട്ടും പതറാതെ നല്ല യുദ്ധം ചെയ്തവൻ, വിശ്വസ്തനും വിവേകിയുമായ ഇവനെ നിത്യമായ സമ്മാനത്തിനായി കർത്താവ് തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചിരിക്കുന്നു. ബ്രിട്ടനിലേക്ക് പോകാൻ വീസയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നയായിരുന്നു അച്ഛൻ. ആ സഹോദരങ്ങളുടെ ഒരു സംഗമത്തിന് ആ വീസ വരുന്നതിന് മുമ്പ് ഋഷി സുനാക്ക് എൻ്റെ നാട്ടിൽ നിന്ന് വീസ വരുന്നതിന് മുമ്പ് കർത്താവിൻ്റെ രാജ്യത്തിലേക്കുള്ള വീസ എത്തി. സമയക്രമം കർത്താവിൻ്റെതാണ്. ഒന്നും പിടികിട്ടാതെ ഉഴറി നിൽക്കുമ്പോൾ ആമേൻ എന്ന് പറയുകയല്ലാതെ മറ്റൊന്നും സാധ്യമല്ല. ഹൃദയ നൈർമല്യത്തിൻ്റെ ആൾരൂപമായിരുന്ന വടക്കേ വീട്ടിലച്ഛൻ്റെ വേർപാടിൻ്റെ ആഘാതം നമ്മളെ വിട്ടുമാറിയിട്ടില്ല. വിശ്വസ്തതയുടെയും വിവേകത്തിൻ്റെയും ശാന്തതയുടെയും സമർപ്പണ ബുദ്ധിയുടെയും പര്യായമായ റെജിനച്ചൻ ഇന്ന് നമ്മിൽ നിന്ന് വേർപെടുന്നു. 1 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വൈദികനെ രൂപതാ ചാൻസലറാക്കുമ്പോൾ ജനം എന്തു വിചാരിക്കും എന്ന ആകുലത എനിക്കൊട്ടുമില്ലായിരുന്നു. റെജിൻ്റെ പക്വത, ശാന്തത,
കാര്യപ്രാപ്തി, സമർപ്പിത ചേതസ്സോടുകൂടിയുള്ള പ്രവർത്തനം എനിക്കറിയാമായിരുന്നു. സെമിനാരിയിൽ എടുത്ത കാലം മുതൽ ഞാൻ റെജിനെ പിൻചെല്ലുന്നുണ്ടായിരുന്നു. ചരിത്രരേഖകളും റെക്കോർഡുകളും ഭദ്രമായി സൂക്ഷിക്കുന്ന നല്ല പാരമ്പര്യം പോർച്ചുഗീസുകാരിൽ നിന്ന് കൊച്ചി രൂപത അവകാശമായി കൈപ്പറ്റിയിട്ടുണ്ട്. കുരിയത്ര പിതാവ് അതിനെ ആധുനിക രീതിയിൽ ചിട്ടപ്പെടുത്താനും ശ്രദ്ധിക്കുകയുണ്ടായി. പിന്നീട് ഈ മേഖലയിൽ ഇത്രയ്ക്കങ്ങ് കാര്യമായ പിന്തുടർച്ച ഉണ്ടായില്ല. ഞാനും കൂടി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കാരണവുമുണ്ട്. സഭയുടെ പ്രവർത്തന മേഖലകളുടെ ബാഹുല്യം, എന്തിനും ഏതിനും ഔദ്യോഗിക രേഖകൾ ആവശ്യപ്പെടുന്ന സാമൂഹിക അന്തരീക്ഷം, ഇതൊക്കെ കൂടി എടുത്താൽ തീരാത്ത അധ്വാന ഭാരമാണ് ഓരോ രൂപതയിലും ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാം കൃത്യമായി രേഖപ്പെടുത്താനും ഡിജിറ്റലൈസ് ചെയ്യാനുമുള്ള ദൗത്യമാണ് ഞാൻ റെജിനച്ചനെ ഏൽപ്പിച്ചത്. ഒരു പരാതിയുമില്ലാതെ, ഒരു മുഷിച്ചിലുമില്ലാതെ അദ്ദേഹം ഈ കഠിന യത്നത്തിൽ ഏർപ്പെട്ടു. സദാ തുറന്നിരിക്കുന്ന ഒരു വാതിൽ, അതായിരുന്നു ജെറിൻ്റെ മുറി. കാപ്പുവെടിക്ക് ശേഷം ഞാനൊന്ന് പുറത്തേക്ക് വന്ന ആരൊക്കെ അവിടെ ഉണ്ട് എന്ന് വെറുതെ ഒന്ന് നോക്കിപ്പോകും. 18 വയസ്സുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും എല്ലാ ദിവസവും തന്നെ വാതിക്കൽ നിൽപ്പുണ്ടാകും. എനിക്ക് പെട്ടെന്ന് പിടികിട്ടും. ഞാനങ്ങ് ചെല്ലുമ്പോൾ അവർ എന്നെ നോക്കിയൊന്നിങ്ങനെ, ഞാനൊരു ചെറിയ പുഞ്ചിരി, അവരും പുഞ്ചിരിക്കും. ഞാൻ അവരോട് ചോദിക്കും, ഓടിയതാണല്ലേ എന്ന്. അതായത് വീട്ടിൽ നിന്നെല്ലാം ഓടി പ്രായം ആയിക്കഴിഞ്ഞിട്ട് വിവാഹമൊന്നും കഴിക്കാതെ അങ്ങനെ വന്നിരിക്കുക. തൊട്ടടുത്ത് 1-2 മീറ്റർ മാറി 2 ബെഞ്ച് നിറയെ മനുഷ്യരാണ്. കൂട്ടത്തിൽ ഒരു മുല കുടിക്കുന്ന കുട്ടിയുമായിട്ട് ഒരു യുവതിയെങ്കിലും അവിടെ ഉണ്ടാകുകയും ചെയ്യും. അവരോട് ഞാൻ ചോദിക്കും, എല്ലാം കുഴപ്പമായി ഇല്ലേ എന്ന്. അവർ വന്നിരിക്കുന്നത് മാരേജ് ട്രൈബ്യൂണലിൽ ആ വിവാഹത്തിൽ നിന്ന് മോചനം കിട്ടണമെന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയുമൊക്കെ ആയിട്ടാണ്. ആദ്യം വന്ന കൂട്ടർ പോലുള്ളവർ റെജിനച്ചൻ്റെ മുറിയിലേക്ക് കയറും. എല്ലാം വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കും, ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കും, അവർ സ്വസ്ഥമായിട്ട് പോകും. ഇതിനിടയിൽ ചില ബിരുദന്മാർ ക്ഷോഭത്തോടുകൂടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് വരും. അവരെയും അച്ഛൻ മുറിയിലിരുത്തിയിട്ട് കാര്യങ്ങളെല്ലാം പറയും. അയാൾക്ക് മനസ്സിലാകണമെന്നില്ല. വീണ്ടുമൊക്കെ പറയുമ്പോൾ അച്ഛൻ അക്ഷോഭ്യനായി പറയും, എന്നാൽ ചേട്ടൻ പോവും. അപ്പോൾ അവർ പുറത്തേക്ക് പോവും. പുറത്തു പോയി നിന്ന് 2-3 ഫോണൊക്കെ ചെയ്തിട്ട് അകത്ത് വന്നിട്ട് പറയും, അച്ഛൻ പറയുന്നത് പോലെ ചെയ്യാം. അപ്പോൾ വിവാഹ സഹായത്തിന് വരുന്നവർ, മരുന്നിന് വരുന്ന കാര്യത്തിന് വരുന്നവർ, ഇവരെല്ലാവരുടെയും പരാതികൾ പരിഹരിക്കുന്നതും അച്ഛനായിരുന്നു. അസാധാരണമായ ക്ഷമ വേണ്ട കാര്യമാണത്. അച്ഛന് തീർച്ചയായിട്ടും ഉള്ളിൽ കോപം തോന്നിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. അതുകൊണ്ടാണ് അച്ഛന് ഹൈ പ്രഷർ ഇങ്ങനെ ഇത് അമർത്തുന്നത് കൊണ്ടാവും എന്നും ഞാൻ കരുതുന്നു. 40ഓളം കൊല്ലമായിട്ട് ഹൈ പ്രഷർ എന്താണ് എന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് എനിക്കത് മനസ്സിലാകും. പഠിച്ചത് എൻജിനീയറിങ്ങും മാനേജ്മെൻറ്റുമാണ്. എല്ലാ വിഷയത്തെക്കുറിച്ചും അച്ഛന് നല്ല വിവരമുണ്ട്. ഏറ്റവും പുതിയ കാര്യം, എല്ലാ കാര്യവും അച്ഛനറിയാം.
ശാസ്ത്രകാര്യത്തിൽ എൻ്റെ വിദ്യാഭ്യാസം SSLC ആണ്. എന്നാൽ ശാസ്ത്രരംഗത്ത് നടക്കുന്ന എല്ലാ പരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രമാസികകൾ തപ്പി ഞാൻ അന്വേഷിച്ച് കണ്ടെത്താറുണ്ട്. കാരണം എൻ്റെ ആ ജീവിത ചുറ്റുപാടിലും നടക്കുന്ന ആ കാര്യങ്ങൾ ഭീതിപ്പെടുത്തുന്ന ഒരു ഭാവിയാണ് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ ആകുലത ഞാൻ നേരത്തെ അനുഭവിക്കുകയാണ്. ചില കാര്യങ്ങൾ അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യുമ്പോൾ അല്പം കഴിയുമ്പോൾ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിലുമായിട്ട് അച്ഛൻ വന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരും. അതായത് ഒരേ വേവ് ലെങ്തിൽ ചിന്തിക്കാനും കുറേയേറെ ഒന്ന് പ്രവർത്തിക്കാനുമൊക്കെ സാധിക്കുന്ന ഒരു സഹപ്രവർത്തകൻ്റെ വേർപാട് തളർത്തുന്നതാണ്. മിനിഞ്ഞാന്ന് വൈകുന്നേരം മിനിഞ്ഞാന്ന് രാവിലെ ഞാൻ സെൻറ്റ് ജോൺസിൽ അവിടെ മെത്രാന്മാരുടെ മീറ്റിംഗ് നടക്കുകയാണ്. അതിൻ്റെ തലേ ദിവസമാണ് അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വെറുതെ ഒന്ന് വിളിച്ചിട്ടു, എടുക്കില്ലെന്നറിയാം. പക്ഷെ രാവിലെ നോക്കുമ്പോൾ ബോൺ വിയാജോ, യു വിൽ ഹാവ് ഹാപ്പി ഗുഡ് വെതർ ഇൻ ബാംഗ്ലൂർ എന്ന മെസ്സേജാണ് ഞാൻ കാണുന്നത്. ഞാൻ അവിടെ ചെന്നു. എയർപോർട്ടിൽ വെച്ച് ഒരു കൊച്ചിക്കാരൻ എന്നെ അവിടെ പരിചയമയാൾക്ക് സ്വാധീനമുള്ളത് കൊണ്ട് അയാൾ എന്നെ VIP ലോഞ്ചിൽ കയറ്റാൻ പോയിട്ട് ഞാൻ കയറിയില്ല. ഞാൻ അവിടെ സാധാരണക്കാരുടെ കൂടെ ഇരുന്നും കൊണ്ട് കുറേ നേരമുണ്ട്. ഞാൻ ജെറിനച്ഛൻ എഴുതി ഇങ്ങനെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കിയിട്ട് ഞാൻ പോയില്ല. ഐ ആം സിറ്റിംഗ് വിത്ത് ദ ലുംബൻ പ്രോലിറ്റേറിയറ്റ്. യു നോ ദാറ്റ് I am proud to say that I am humble. Be cheerful. എളുപ്പം സുഖം പ്രാപിച്ച് കൊച്ചിയിലേക്ക് വരിക. അത് കഴിഞ്ഞ് ഞാൻ പോയി. ഞാൻ വളരെ വൈകിയാണ്, 3.5 മണിക്കൂർ എയർപോർട്ടിൽ നിന്ന് എത്തിയാണ് അവിടെ 4:04 എത്തുന്നത്. അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള വിചാരം എന്നെ അലട്ടിയിരുന്നു. ആ നേരത്ത് കുറേ കഴിഞ്ഞപ്പോൾ മാക്സണച്ചൻ്റെ ഫോൺ വന്നു. അച്ഛൻ അവിടെ മുറിയിലുണ്ട് എന്ന്. ഞാനൊന്ന് കൂടെ നിൽക്കുന്ന ബ്രദറിനൊന്ന് ഫോൺ ചെയ്തപ്പോൾ അച്ഛൻ തന്നെ എന്നെ ആ ഫോൺ എടുത്തിട്ട് എന്നോട് 4 മണിയൊക്കെ കഴിഞ്ഞ നേരത്ത് പറഞ്ഞു, ഞാനിവിടെയുണ്ട്, എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്താൽ കൊള്ളാം. ഞാൻ പറഞ്ഞു, അത് നമ്മളെപ്പോഴും അത് ചെയ്യുന്നതാണല്ലോ, ചെയ്യുക. പിന്നെ പിന്നെ എനിക്ക് എൻ്റെ സുപ്പീരിയേഴ്സിനോട് ചോദിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, തൻ്റെ സുപ്പീരിയർ ഞാനാണ്, തനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഈ കാര്യത്തിൽ തൻ്റെ തീരുമാനവും എൻ്റെ തീരുമാനവും ഒന്നാണ്. എങ്കിൽ പോലും ഡോക്ടർമാർ പറയുന്നത് ഒരല്പം ഒരു മുൻതൂക്കം കൊടുത്ത് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അവർ ഹൈ റിസ്ക് ആയിട്ട് ആൻജിയോഗ്രാമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അച്ഛനെല്ലാം അറിയാമായിരുന്നത് കൊണ്ട് അത് വേണ്ട എന്ന് വെക്കുകയാണെങ്കിലും അവസാനം പിന്നെ വീട്ടുകാരെയും ഒക്കെ അദ്ദേഹം വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് സമ്മതം കൊടുക്കുകയായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ മാക്സണച്ചൻ്റെ ഫോൺ വന്നു. അദ്ദേഹത്തെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി എന്ന്. അപ്പോൾ കാര്യങ്ങൾ ഇനി തിരിച്ചു വരവില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അങ്ങനെയാണ്. അപ്പോൾ എന്നെ കാണാനായിട്ട്
എൻ്റെ അനന്തരവളുടെ മകൻ, 13 വയസ്സേ ഉള്ളൂ. നല്ല അപാരമായ ബുദ്ധിശാലിയായവൻ, വളരെയധികം കാര്യങ്ങൾ വായിക്കുന്നവൻ, തുടർച്ച പുസ്തകങ്ങൾ. എല്ലാ കാര്യങ്ങളും അറിയണമെന്നുള്ള താല്പര്യത്തോടുകൂടി ഞാൻ വായിക്കുമെന്ന് അവൻ വിചാരിക്കുന്നത് കൊണ്ട് അവൻ എനിക്ക് വേണ്ടി 2 പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ പുസ്തകങ്ങൾ ഇതൊക്കെയാണ്. സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ പുതിയ പുസ്തകം അൺവെയിലിംഗ് യൂണിവേഴ്സ്, ദ യൂണിവേഴ്സ് ഇൻ എ നട്ട്ഷെൽ, ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന ആദ്യത്തെ പുസ്തകം വളരെ പ്രസിദ്ധമാണ്. വാങ്ങിച്ചു വെച്ചെങ്കിലും എനിക്ക് വായിച്ചിട്ട് മനസ്സിലാകയില്ലാത്തതുകൊണ്ട് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. രണ്ടാമത്തെ പുസ്തകം ഇതാണ്, ഫിലിപ്പ് ഡീറ്റ്മറിൻ്റെ ഇമ്മ്യൂൺ, എ ജേർണി ഇൻ ടു ദ മിസ്റ്റീരിയസ് സിസ്റ്റം ദാറ്റ് കീപ്സ് യു എലൈവ്. അപ്പം ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു, എടാ മകനെ, ഇത് വായിച്ച് ഉപകാരപ്പെടുത്താനും എനിക്ക് പറഞ്ഞു തരാനുമുള്ളവൻ ഇപ്പോൾ ഏതാണ്ട് മരണപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ് എന്ന്. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളായിരുന്നു. എല്ലാ പുതിയ കാര്യങ്ങളും പുതിയ വഴികളും അന്വേഷിക്കുന്നവനായിരുന്നു റെജിൻ. അപ്പോൾ എല്ലാം അറിയാനായിട്ടുള്ള വിഫലമായ മോഹം എനിക്കുമുള്ളത് കൊണ്ട് എനിക്ക് വലിയ ഒരു പ്രചോദനമായിരുന്നു. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായി. ഞാൻ ഇദ്ദേഹത്തിന് ക്രയാറ്റിൻ വളരെ കൂടുന്നത് കൊണ്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന സർവ്വ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്താലും ഈ ക്രയാറ്റിൻ നിയന്ത്രണമില്ലാതെ അങ്ങനെ കൂടുമ്പോൾ, റിപ്പോർട്ടൊക്കെ ആയിട്ട് വരുമ്പോൾ എനിക്ക് ഭീതിയായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ഡയാലിസിസിലോ ട്രാൻസ്പ്ലാന്റേഷനിലോ ഒക്കെ എത്തേണ്ട അവസ്ഥ വരും. രണ്ടും ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ട്, താനും ചെയ്യുമാവാം. അപ്പോൾ ഇങ്ങനെ എന്തും ഏതും ഈ അടുത്ത കുറച്ച് നാളായിട്ട് എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. ഇപ്പോൾ ഇവരൊക്കെ പറയുന്നു, എനിക്ക് വല്ലാണ്ടായപ്പോൾ എന്നെ ആംബുലൻസ് വരുത്തി ആശുപത്രിയിൽ കൊണ്ടുപോകും. ഡ്രൈവറില്ല. ആംബുലൻസ് ഓടിച്ചത് റെജിൻ അച്ഛനാണ്. ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്കത്ര കൃത്യമായിട്ട് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നൊന്നുമില്ലായിരുന്നു. എല്ലാം അറിയാം, എല്ലാം കൃത്യമായിട്ട് ചെയ്യും, എന്തും ഏതും. കരഞ്ഞാൽ തീരാത്ത ദുഃഖം നമുക്കെല്ലാവർക്കുമുണ്ട്. എന്തേ ഇത്ര ധൃതിപ്പെട്ട് റെജിനച്ഛനെ കൊണ്ടുപോകുന്നുവെന്ന് ദൈവത്തോട് ചോദിക്കാതിരിക്കാൻ സാധ്യമല്ല. ഈ നേരത്ത്, ഈ പ്രായത്തിൽ ഇത്ര പെട്ടെന്ന് എന്തേ കൊണ്ടുപോകുന്നുവെന്ന് അത് ശരിയായില്ല, ഒട്ടും ശരിയായില്ല. കർത്താവേ, ക്ഷമിക്കണമേ കർത്താവേ. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ അല്ലാതായി പോകും എന്നതുകൊണ്ടാണ് ഒരുപക്ഷെ വിശ്വാസവിരുദ്ധമായ കാര്യം ആയിട്ട് നിങ്ങൾക്ക് തോന്നാം പറഞ്ഞു പോകുന്നത്. അങ്ങയുടെ യാതൊരു ഉദ്ദേശ്യവും തടയാനാവുകയില്ലെന്ന് ഞാൻ അറിയുന്നു. ജോബ് പറഞ്ഞതാണ്. എനിക്ക് മനസ്സിലാകാത്ത അത്ഭുത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു പോയി എന്നും ജോബ് അവസാനം പറയുന്നുണ്ട്. അതുതന്നെ എനിക്കും പറയാൻ വിഷമമുണ്ടെങ്കിലും പറയുകയാണ്. അച്ഛൻ പോയി വരിക
എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. വരാനല്ല പോയിരിക്കുന്നത്, പക്ഷേ അവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങളെ ഓർക്കുക എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. യാത്രാമംഗളങ്ങൾ. പോവുക മനസ്സിലുണ്ടാകും. ഞങ്ങളെയും മനസ്സിലോർക്കണേ എന്ന് പ്രാർത്ഥിക്കാം.